നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. വക്കീൽ കുപ്പായമിട്ട ഒരു കഴുകന്റെ വാർത്ത കേരളം കേട്ടത് ഞെട്ടലോടെയായിരുന്നു. തനിക്ക് നേരിട്ട ലൈംഗിക അതിക്രമത്തിന് നിയമസഹായം തേടിയ പെൺകുട്ടിയെ സാഹചര്യം മുതലെടുത്ത് വീണ്ടും ലൈംഗികമായി ഇരയാക്കിയ ആളാണ് മുൻ ഗവൺമെന്റ് പ്ലീഡറായ അഡ്വക്കേറ്റ് PG മനു. ഇപ്പോഴിതാ അതിജീവിതയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ മുൻ ഗവൺമെന്റ് പ്ലീഡറായ മനുവിന് കീഴടങ്ങാൻ ഹൈക്കോടതി 10 ദിവസത്തെ സമയം അനുവദിച്ചിരിക്കുകയാണ്. നേരത്തെ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സിംഗിൾ ബെഞ്ച് 10 ദിവസത്തിനകം കീഴടങ്ങാൻ ഡിസംബർ 22-ന് നിർദ്ദേശിച്ചിരുന്നു. മനുവിനെ ചോദ്യം ചെയ്ത ശേഷം അന്നു തന്നെ കോടതിയിൽ ഹാജരാക്കുവാനും ജാമ്യാപേക്ഷ കാലതാമസമില്ലാതെ കോടതി പരിഗണിക്കുവാനും ജസ്റ്റിസ് P. ഗോപിനാഥൻ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നതുമാണ്. മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയതോടെ മനു സുപ്രീം കോടതിയെ സമീപിച്ചു. ഈ ഹർജി സുപ്രീം കോടതി അടുത്ത ആഴ്ച പകുതിയോടെ പരിഗണിക്കും. ഇതിനിടെ തന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തിരക്കിട്ട് നീക്കങ്ങൾ നടത്തുകയാണെന്ന് ആരോപിച്ചാണ് കീഴടങ്ങാൻ 10 ദിവസത്തെ കൂടി സമയം തേടിയത്. താൻ വീട്ടിൽ ഇല്ലാത്തതിനാൽ സഹോദരനെയും മറ്റ് 2 ബന്ധുക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തെന്നും പ്രതിയെ ഒളിപ്പിച്ചതിന് ഇവരെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഹർജിയിൽ പറയുന്നു. തുടർന്നാണ് ജസ്റ്റിസ് P. ഗോപിനാഥൻ കീഴടങ്ങാൻ 10 ദിവസത്തെ സമയം നൽകിയത്. അതേസമയം പ്രതിയായ PG മനുവിന്റെ സഹോദരൻ അടക്കമുള്ളവർ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. മനുവിന്റെ സഹോദരൻ PG റജി, ബന്ധുവായ ND ഉമേഷ്, മനുവിന്റെ കക്ഷിയായ MJ കുര്യൻ എന്നിവരാണ് ഹർജി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം ജസ്റ്റിസ് P. ഗോപിനാഥന്റെ ബെഞ്ച് ഈ കേസ് പരിഗണിച്ചപ്പോൾ അതിജീവിതയുടെ ശാരീരിക മാനസികാവസ്ഥ സംബന്ധിച്ച ഡോക്ടറുടെ റിപ്പോർട്ടും കൂടാതെ പ്രതിക്ക് അഭിഭാഷകൻ ആണെന്ന പരിഗണന നൽകാനാവില്ല എന്നും മനുവിനെതിരായ ആരോപണം ഗുരുതരമാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. മുൻപ് പീഡനത്തിന് ഇരയായ യുവതി ഈ കേസ് ഒത്തുതീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് തന്നെ സമീപിച്ചതെന്നും പരാതിക്കാരി ആരോപിക്കുന്ന തരത്തിലുള്ള യാതൊരു കുറ്റകൃത്യവും തന്നിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നുമാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ മനുവിന്റെ വാദം. ജോലി സംബന്ധമായ ശത്രുതയെ തുടർന്ന് തന്റെ അന്തസ്സും സൽപ്പേരും തകർക്കുവാനുള്ള ചിലരുടെ ആസൂത്രിത ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് യുവതി നൽകിയ വ്യാജ പരാതിയെന്നും പറയുന്നു. ഇരയായ യുവതിയെ കോടതി കേസിൽ കക്ഷി ചേർത്തിട്ടുണ്ട്. നിയമസഹായത്തിനായി അഭിഭാഷകനെ സമീപിച്ച തന്നെ അധികാരം ദുരുപയോഗം ചെയ്തും തന്നെ സമ്മതമില്ലാതെ പീഡനത്തിന് ഇരയാക്കിയെന്നും ജാമ്യം അനുവദിക്കരുത് എന്നുമാണ് ഹർജിയിൽ ആവശ്യം. ഇയാൾ പലതവണ ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്നും 2 തവണ ബലാത്സംഗം ചെയ്തുവെന്നും ഹർജിയിൽ യുവതി ആരോപിക്കുന്നു. സംഭവം പുറത്തു പറയരുതെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ജസ്റ്റിസ് പാനലിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളതാണ് താനെന്നും പരാതി പിൻവലിക്കണമെന്നും സഹോദരനെ ഫോണിൽ വിളിച്ച് ഇയാൾ അഭ്യർത്ഥിച്ചതും ഇതിന്റെ ശബ്ദരേഖയും കോടതിയിൽ യുവതി ഹാജരാക്കിയിട്ടുണ്ട്. പരിശോധന നടത്തിയ ഡോക്ടറുടെ ഭാഗത്തു നിന്നും അപമാനമുണ്ടായി. മാനസികമായി തകർന്ന അവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നു. ബലം പ്രയോഗിച്ചെടുത്ത നഗ്ന ചിത്രങ്ങൾ അയാൾ സമൂഹ മാധ്യമങ്ങളെ പ്രചരിപ്പിക്കുമെന്നും യുവതി പറയുന്നു. ഈ സാഹചര്യത്തിൽ ഹർജിയിൽ കക്ഷി ചേർക്കണമെന്നും പ്രതിയുടെ ഫോൺ അടക്കം സാമഗ്രികൾ പിടിച്ചെടുക്കണമെന്നും യുവതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമസഹായം തേടിയെത്തിയ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതി ചേർത്തതിന് പിന്നാലെ ഹൈക്കോടതി സീനിയർ ഗവൺമെന്റ് പ്ലീഡറിന്റെ പദവിയിൽ നിന്നും PG മനുവിനെ പുറത്താക്കിയിരുന്നു. ബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നിവയും യുവതിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ മൊബൈലിൽ ചിത്രീകരിച്ചതിന് IT ആക്ട് പ്രകാരമുള്ള കുറ്റങ്ങളും ചോറ്റാനിക്കര പോലീസ് ചുമത്തിയിട്ടുണ്ട്.